5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കടം കൊണ്ട് ഒരു നാട് എത്ര നാൾ? ഇതേപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം, കേരളം മുഴുവനും മാത്രമല്ല, ഇന്ത്യയുടെ പല മേഖലകളിലും ഉള്ളവർ കേരളത്തിൻ്റെ ഈ കടത്തെപ്പറ്റി വലിയ അത്ഭുതത്തോടെ ആകാംക്ഷയോടെ ചോദ്യങ്ങൾ ഉതിർക്കുന്ന ഒരു കാലമാണിപ്പോൾ. കാരണം 1991 മുതൽ ഇന്ന് വരെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, അതായത് മനുഷ്യ വികസന സൂചികയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്ത് എന്ന് മാത്രവുമല്ല, പാശ്ചാത്യ നാടുകളോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള മനുഷ്യവികസന സൂചികയാണ് കേരളത്തിനുള്ളത്. പക്ഷേ ആ കേരളം കടക്കെണിയിലേക്ക് കുതിക്കുന്നു എന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇതിനെന്തൊക്കെയാണ് കാരണങ്ങൾ? എന്താണ് ഇപ്പോൾ കടത്തിൻ്റെ അവസ്ഥ? ഇതൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഈ കടത്തിൻ്റെ ആരംഭം, അതായത് കേരളം ഇത്ര വലിയ കടക്കെണിയിലേക്ക് പോകുന്നതിൻ്റെ ആരംഭം കുറിക്കുന്നത് 1997-98 കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന 5-ാം ശമ്പള പരിഷ്കരണമാണ്. ആ 5-ാം ശമ്പള പരിഷ്കരണത്തിൽ കേന്ദ്രം 40 മുതൽ 60% വരെ വർധനവ് കൊടുത്തു. വലിയ വർധനവായിരുന്നു അത്, സംശയമില്ല. അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളും വർധനവ് വേണം എന്നാവശ്യപ്പെട്ടു. 5 വർഷം ശമ്പള പരിഷ്കരണം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന കേരളത്തിന് ആ ശമ്പള പരിഷ്കരണം 7-ാം ശമ്പള പരിഷ്കരണമായിരുന്നു. അങ്ങനെ ആ 7-ാം ശമ്പള പരിഷ്കരണം കേരളം അന്ന് LDF ഗവൺമെൻറ് ആയിരുന്നു. LDF ഗവൺമെൻറ് കാലത്ത് 97-98 നടത്തി. പക്ഷേ ആ തുകയും ഒക്കെ അടുത്ത ഭരണത്തിൽ ഞങ്ങൾ വരുമ്പോൾ, അതായത് അരിയറായിട്ട് കിടക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ 2021 ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക ഇതുവരെ ജീവനക്കാർക്ക് കിട്ടിയിട്ടില്ല, പെൻഷൻ കുടിശ്ശികയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ്, അതായത് ഈ കടഭാരം കൊണ്ടാണ് സമയത്ത് കൊടുക്കേണ്ടത് കൊടുക്കാൻ പറ്റാത്തത്. എന്നിട്ട് പോലും സംസ്ഥാന ഗവൺമെൻറ് ശമ്പള പരിഷ്കരണം നടത്തി. അതിൻ്റെ പണമെല്ലാം, ആ പരിഷ്കരണത്തിൻ്റെ ഫലമെല്ലാം കുടിശ്ശികകളായി കൊടുക്കാം, അത് അടുത്ത പ്രാവശ്യം ഭരണത്തിൽ വരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത പ്രാവശ്യം ഭരണത്തിൽ വന്നത് 2001 ഭരണത്തിൽ വന്നത് AK ആൻ്റണി ആയിരുന്നു. AK ആൻ്റണി വരുമ്പോൾ, അതായത് മുഖ്യമന്ത്രിക്ക് ഡൽഹിയിൽ പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ പോലും ട്രഷറിയിൽ കാശില്ലാത്ത രീതിയിൽ വറ്റിയ അവസ്ഥയിലാണ്, ട്രഷറി വറ്റിയ അവസ്ഥയിലാണ് LDF ഗവൺമെൻറ് UDF ഗവൺമെൻറ്റിന് അന്ന് ട്രഷറിയുടെ താക്കോൽ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ആയപ്പം, പക്ഷേ ഒരു കാരണം നമുക്കറിയാം, 36 ദിവസം നീണ്ട സമരം. ആ സമരത്തിന് ശേഷം ശമ്പള പരിഷ്കരണം ഈ കുടിശ്ശികയും അതും എല്ലാം കൊടുക്കാനുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ അന്ന് തൊട്ട് നമ്മൾ കടക്കെണിയിലേക്ക് പതുക്കെ ചരിക്കാൻ തുടങ്ങി. കാരണം അന്ന് സംസ്ഥാന ഗവൺമെൻറ്റിന് പറ്റുമായിരുന്ന തരത്തിലുള്ള ബാധ്യതയല്ല ഈ ശമ്പള വർധനവ് വഴിയായിട്ട് കൊടുക്കേണ്ടി വന്നത്. അത് കുടിശ്ശികയടക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് തന്നെയായിരുന്നു ഏകദേശം സ്ഥിതി. എല്ലാ സംസ്ഥാനങ്ങളും കടക്കെണിയിലേക്ക് പോകുന്നത് പോലെ വലിയ ഫിസ്ക്കൽ ക്രൈസിസ്, ധനപ്രതിസന്ധി ആ ഘട്ടത്തിലുണ്ടായി. ആ സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് പാസ്സാക്കുന്നത് 2002. അതിൻ്റെ മറ പിടിച്ച് 2003 എല്ലാ സംസ്ഥാനങ്ങളും ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് പാസ്സാക്കുന്നു. എന്തിനാണ് ഈ ആക്ട് കൊണ്ടുവന്നത്? 1990-91 ഇന്ത്യ തന്നെ കടക്കെണിയിലേക്ക് പോകുന്ന ഒരവസ്ഥ വന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടത് വലിയ ബുദ്ധിമുട്ടോടെയാണ്. ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ വീണ്ടും ഒരവസ്ഥ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഉണ്ടാകാതിരിക്കാനാണ് FRBM ആക്ട് കൊണ്ടുവന്നത്. അപ്പോൾ ആക്ടിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ: 1, ഓരോ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും ഒരു വർഷം എടുക്കുന്ന കടം അവരുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ, അതായത് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതിൻ്റെ 3% കൂടാൻ പാടില്ല. അതുപോലെ തന്നെ സഞ്ചിത കടം എന്ന് പറയുന്നത്
ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ്, അതായത് സംസ്ഥാനം ഫോം ചെയ്ത കാലം മുതൽ ഈ വർഷം ഇതുവരെ എടുത്ത കടം കൂട്ടിച്ചേർക്കപ്പെടുന്നത്, അക്യൂമുലേറ്റഡ് ഡെറ്റ്, അതാണ് ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് അഥവാ സഞ്ചിത കടം. അത് GSDPയുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ 29% കൂടാൻ പാടില്ല. ഇതാണ് 2 കണ്ടീഷൻസ്. പിന്നെ മൂന്നാമതൊരു വളരെ പ്രധാനപ്പെട്ട കണ്ടീഷൻ, ധനകമ്മി GSDPയുടെ 3% ഒതുക്കണം. ഇത് കൂടാതെ വേറെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഇതിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ചാർജസ് അങ്ങനെ പലതിനെ സംബന്ധിച്ചും അതിനകത്ത് നിബന്ധനകളുണ്ട്. പക്ഷേ ഇത് 3 വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ അങ്ങനെ ഈ നിയമം കൊണ്ടുവന്നു. അതുപോലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും തന്നെ 10 വർഷ ശമ്പള പരിഷ്കരണത്തിലേക്ക് മാറി. പക്ഷേ കേരളം മാറിയില്ല. കേരളം അന്നു മുതൽ പിന്നെയും തുടർച്ചയായിട്ട് 5 വർഷ ശമ്പള പരിഷ്കരണത്തിലേക്ക് പോകുന്നു. അപ്പം അപ്പോൾ അതിൻ്റെ പരിണിത ഫലമായിട്ട് എന്താണ് സംഭവിച്ചത്? കേരളം ഈ പറയപ്പെട്ട FRBM ലോസ് നടപ്പിലാക്കി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുക. അതായത് ഒന്നാമത്തെ നിയമം എന്താണ്? ഒരു വർഷം എടുക്കുന്ന കടം GSDPയുടെ 3% കൂടാൻ പാടില്ല. അതിനെ തന്നെ ലംഘിക്കേണ്ട ഒരവസ്ഥ സംസ്ഥാന ഗവൺമെൻറ്റിന് വരുന്നു എന്ന അവസ്ഥയിൽ സംസ്ഥാനം എന്തു ചെയ്തു? വലിയ ബുദ്ധിമാന്മാരായ ധനമന്ത്രിമാർ, ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയുള്ളവർ ഇരുന്ന് കണ്ടുപിടിച്ചതാണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ്, കടമെടുക്കുക. അതായത് പ്രത്യേക ഒരു ചട്ടക്കൂടുണ്ടാക്കി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, പുതിയ ഒരു വെഹിക്കിൾ, പ്രത്യേക വെഹിക്കിൾ ഉണ്ടാക്കി അതുവഴിയായിട്ട് കടമെടുക്കുക. അങ്ങനെ അസംബ്ലിയിൽ ഒരു നിയമം പാസ്സാക്കി. കിഫ്ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഫോം ചെയ്യുന്നു. അതുവഴി അതിൻ്റെ ആദ്യത്തെ ഇഷ്യൂ 2017 മുഖ്യമന്ത്രിയും ഡോക്ടർ തോമസ് ഐസക് ധനമന്ത്രിയും എല്ലാവരും കൂടി ചേർന്ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച് നടത്തിയത് നമ്മളൊക്കെ ഓർക്കുന്നുണ്ടാകും. അന്ന് CDPQ വഴിയായിട്ട് 2185 കോടി രൂപയാണ് ആദ്യ സമാഹരണം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കിഫ്ബിയുടെ ബോണ്ട് ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യുന്നത്. അത് 9.73% പലിശയ്ക്കാണെന്ന് ഓർക്കണം. പക്ഷേ അത് ഗവൺമെൻറ് പറയുന്നത്, LDF ഗവൺമെൻറ് പറയുന്നത് ഇന്ത്യൻ രൂപയിലാണ്, അതുകൊണ്ട് പേടിക്കേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, ഇരിക്കട്ടെ. അങ്ങനെ കടമെടുപ്പ് തുടങ്ങി. അതിനുശേഷം അപ്പോൾ എന്തിനായി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയത്? അത് ഇന്ത്യയുടെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർത്താനാണ്. കാരണം അയ്യോ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അപ്പോൾ അത് ഗ്രേറ്റ് എന്ന് പറഞ്ഞ് ഉയർത്താനാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ അതിനുശേഷം ഈ കടമെടുക്കൽ തുടരുന്നു. അങ്ങനെ കടമെടുത്ത് അപ്പോൾ എന്താണ്, നമ്മൾ GSDPക്ക് അകത്ത് FRBM ആക്ട് അനുവദിച്ചിരിക്കുന്ന 3% കടമെടുക്കുന്നു. അത് കൂടാതെ അതിന് ഓവർ ആൻഡ് എബവ് ആണ് ഈ പറയപ്പെട്ട കിഫ്ബി വഴിയുള്ള കടമെടുക്കുന്നത്. അപ്പോൾ എന്തിനാണ് കിഫ്ബി വഴി കടമെടുക്കുന്നത്? മൂലധന ചെലവിന് വേണ്ടി. എന്താണ് ഈ മൂലധന ചെലവ് എന്ന് പറഞ്ഞാൽ? മൂലധന ചെലവ് തന്നെ 2 തരമുണ്ട്. ഒന്ന് സാമൂഹ്യ മൂലധന ചെലവ്, അതായത് ആരോഗ്യം, വിദ്യാഭ്യാസം ഈ മേഖലകളിലെ ചെലവ്. രണ്ടാമത്തത് ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളിലേക്കുള്ള മൂലധന ചെലവ്, അതായത് നമ്മുടെ റോഡുകൾ, പാലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം. അപ്പം ഈ 2 തരം മൂലധന ചെലവിന് വേണ്ടിയാണ് കടമെടുക്കുന്നത് എന്ന് പറഞ്ഞാണ് കിഫ്ബിയുടെ നിയമം അസംബ്ലിയിൽ പാസ്സാക്കി കൊണ്ടുവന്നത്. അതിൻ്റെ കൂടെ ഒരു കാര്യവും കൂടി ചെയ്തു കേട്ടോ. അതെന്താണെന്നല്ലേ, ഇത് കിഫ്ബി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഓർക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ വഴി നിലവിൽ വന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഈ CAG കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരുപോലെ ഓഡിറ്റ് ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ഓഡിറ്റിംഗ് കിഫ്ബിയുടെ അക്കൗണ്ട് നടത്തിയാൽ അപകടം മണത്തുകൊണ്ട് അസംബ്ലിയിൽ 2016 ഒരു അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്ന് കിഫ്ബിയുടെ
സാർവത്രിക ഓഡിറ്റിംഗ് അവർ നടത്തേണ്ട, CAG നടത്തേണ്ട. അതിൻ്റെ പിന്നെ ആദ്യ ഭാഗം എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ ചെലവഴിക്കലിനെ പറ്റിയുള്ളത് വേണ്ട, കടമെടുക്കലിൻ്റെ ആദ്യ ഘട്ടങ്ങൾ മാത്രം ഓഡിറ്റ് ചെയ്താൽ മതി എന്ന രീതിയിൽ ആ നിയമവും അമെൻഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ കടമെടുക്കാൻ തുടങ്ങി. തീർന്നില്ല, കിഫ്ബി വഴിയും തീർന്നില്ല. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്. എന്താണ് ഈ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്? അതായത് ആൾക്കാരെ കൂട്ടി വോട്ട് വാങ്ങിച്ച് ഭരണത്തിൽ വരാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാരെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് എന്നും പറഞ്ഞ് ചേർത്തു. ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 42 ലക്ഷം പേർക്കാണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് കൊടുത്തിരുന്നത് എങ്കിൽ LDF ഭരണത്തിൽ വന്നതിന് ശേഷം അത് 62 ലക്ഷമായി വർദ്ധിപ്പിച്ചു. എവിടുന്ന പെട്ടെന്ന് ഇത്രയധികം പേരുടെ ഒരു വർധനവ് പിന്നെ നിവൃത്തിയില്ലാത്തവരായിട്ടുണ്ടാവുക? അതാണ് പറഞ്ഞത്, വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അവിടെ കളിക്കുന്നത് എന്ന്. അങ്ങനെ 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപ വീതം കൊടുക്കാനാണ് എന്ന് പറഞ്ഞാണ് ഈ KSSPL, കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് തുടങ്ങിയത്. അപ്പം എന്നിട്ടോ നമുക്കറിയാം ഇപ്പോഴും പല മാസങ്ങളിലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കുടിശ്ശികയാണ്. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ കിഫ്ബിയുടെ കാര്യം ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം കിഫ്ബി തുടങ്ങിയപ്പോൾ തന്നെ കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു. എന്താണ്? ഒന്ന്, തോമസ് ഐസക്ക് തന്നെ 1% സെസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തിനാണ് ആ 1% സെസ്? അത് പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ട്, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നാണ്, ബജറ്റിന് പുറത്ത് എന്നാണ് ഇവരൊക്കെ പ്രസംഗിക്കാറ്. പക്ഷേ ഈ 1% സെസ് അങ്ങനെയാണെങ്കിൽ അത് കിഫ്ബി അക്കൗണ്ടിൽ പോകാമോ? സെസ് എന്ന് പറയുന്നത്, സർചാർജ് എന്ന് പറയുന്നത്, നികുതി എന്ന് പറയുന്നതൊക്കെ ഗവൺമെൻറ്റിൻ്റേതാണ്, ഗവൺമെൻറ് പിരിക്കുന്നതാണ്, ഗവൺമെൻറ് അക്കൗണ്ടിലേക്ക്, ട്രഷറിയിലേക്ക് പോകേണ്ടതാണ്. ഇവിടെ 1% സെസ് ഏർപ്പെടുത്തിയത് നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്, ഖജനാവിലേക്കല്ല. 2, 50% മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ 50% നേരെ പോകുന്നത് കിഫ്ബി അക്കൗണ്ടിലേക്ക്, ട്രഷറിയിലേക്കല്ല. ഈ 2 കാരണങ്ങൾ കൂടാതെ ഇതിനേക്കാളും പ്രധാനപ്പെട്ട മറ്റൊരു കാരണമുണ്ട്. കിഫ്ബി ബജറ്റിനകത്താണ് എന്ന് പ്രൂവ് ചെയ്യാൻ. എന്താണത്? ഇതിൻ്റെ സോവറിൻ ക്യാരക്ടർ കൊണ്ടാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. ഇതിൻ്റെ ബോണ്ടുകളിൽ ഇഷ്യൂ ചെയ്യുന്നത് സോവറിൻ ക്യാരക്ടർ കൊണ്ടാണ്. എന്താണ് ഈ സോവറിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ? അതായത് കിഫ്ബി എന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷനല്ല അതിൻ്റെ പലിശയും മുതലും തിരിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് കേരള. ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഗ്യാരണ്ടി ഉണ്ട്. അതുകൊണ്ടാണ് സോവറിൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇനി ഈ സോവറിൻ ഗ്യാരണ്ടിക്ക് തന്നെ മറ്റൊരു മുഖമുണ്ട്. അതെന്താണ്? ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. ഈ ഫെഡറൽ സംവിധാനത്തിൽ ഗവൺമെൻറ് ഓഫ് കേരള ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടു മുതലും പലിശയും തിരിച്ചു കൊടുക്കാനെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ ഈ സോവറിൻ ക്യാരക്ടർ ഈ ബോണ്ടിൻ്റെ, അതുകൊണ്ടാണ് ഇതിലേക്ക് ഇഷ്ടം പോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നത്, കടം വാങ്ങാൻ പറ്റുന്നത്, അങ്ങനെ ഗവൺമെൻറ് ചെലവഴിക്കുന്നത്. ഇതൊക്കെ കിഫ്ബി തന്നെ ചൂണ്ടിക്കാണിച്ചു, കേന്ദ്ര ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ചു, അതുപോലെ തന്നെ സുബുദ്ധിയുള്ള പൗരജനങ്ങളും ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അതൊന്നും പറഞ്ഞിട്ടും ഗവൺമെൻറ് മടിച്ചില്ല. ഇഷ്ടംപോലെ കിഫ്ബി വഴി കടമെടുത്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ഈ കടമെടുക്കൽ, അതായത് FRBM ആക്ട് അനുസരിച്ചുള്ള 3% കടം ഒരു വശത്ത്, അത് പോരാതെ ഇത് മൂലധന ചെലവിന് വേണ്ടി എന്ന് പറഞ്ഞ് കിഫ്ബി വഴിയും, അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞ് KSSPL വഴിയും ഒക്കെ എടുക്കുകയാണ്.